بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്ന് പറയുന്നവൻ ഹഖുല്ലാഹ് ഹഖുൽ ഇൻസാൻ, രണ്ട് കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. ഒന്ന് അള്ളാഹുവിൻ്റെ ഹക്കുകൾ, ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതെല്ലാം അള്ളാഹ്ക്കുള്ളത്. ഇതിൽ ചിലത് അള്ളാഹുവിനുള്ളത് മനുഷ്യർക്ക്. സകാത്ത് അള്ളാഹ്ക്കുള്ളതാണ്, അവൻ പറഞ്ഞനുസരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഹഖുല്ലാഹ്. ഹഖുൽ ഇൻസാൻ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ. ഈ രണ്ടിന്റെ ഇടയിലാണ് മുസ്ലിം. രണ്ടും സൂക്ഷിക്കുമ്പോഴാണ് മുസ്ലിം ആവുന്നത്. ഒരു സൈഡ് മാത്രം സൂക്ഷിച്ചാൽ ഖുർആന്റെയും സുന്നത്തിന്റെയും ഭാഷയിൽ മുസ്ലിം ആവില്ല. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. പലപ്പോഴും മനുഷ്യരുടെ ഹക്കുകളിൽ കുറവ് വരുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളുടെ ഇബാദത്തുകൾക്ക് ഒരു സ്വീകാര്യതയും ഇല്ലാണ്ടായി പോകും. ഒരുപാട് ഹദീദുകൾ അതിന് തെളിവാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുന്നവൻ വെറും ഇബാദത്ത് കൊണ്ട് അവൻ പൂർണ്ണ മുസ്ലിം ആവില്ല. അതിലൊന്നാണ് സ്വത്ത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരാൾ നമസ്കരിച്ചില്ലെങ്കിൽ, അവൻ മരണപ്പെട്ടു പോയാൽ ആ നമസ്കാരം അവൻ്റെ മക്കളോ അവൻ്റെ നാട്ടുകാരോ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ആകെ കൂടി ഒറ്റ നിസ്കാരമേ ഉള്ളൂ, മയ്യത്ത് നിസ്കാരം. അവനിക്ക് പുറത്തു കൊടുക്കുന്ന അള്ളാഹിനോട് ചോദിക്കും, പടച്ചവനെ എനിക്ക് പുറത്തു കൊടുക്കുക. ഒരാൾ മരിച്ചുപോയാൽ ജീവിതകാലം മുഴുവനും നമസ്കരിച്ചില്ലെങ്കിലും ആ നമസ്കാരം മടക്കേണ്ട ആവശ്യം ആർക്കുമില്ല. അത് അള്ളാഹുവിൻ്റെ ഹക്ക്. എന്നാൽ ഒരാൾ മരിച്ചുപോയാൽ മനുഷ്യരുടെ ഹക്ക്, അടുത്തവന്റെ കാശ് അവന്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹു ഭയങ്കര കർശനമാണ്. കാശെന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തല്ല, മനുഷ്യര് തിന്നാൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ സമ്പാദിച്ച സ്വത്ത് മുഴുവനും പള്ളിക്ക് എഴുതാൻ പറ്റില്ല. എഴുതണമെങ്കിൽ അവകാശികൾ സമ്മതം തരണം. മൂന്നിലൊന്നും വരെ എഴുതാം. നിന്റെ കയ്യിൽ തരുന്ന കാശ് നിനക്ക് മാത്രമുള്ളതല്ല, നിന്റെ മക്കള്, നിന്റെ ഭാര്യ അള്ള കണക്കാക്കി വെച്ചിട്ടുണ്ട്. നീ ഇന്ന ദിവസം പോവും, അന്ന് ഞാൻ ഈ പൈസ നിന്റെ മക്കൾക്ക്, അവൻ എന്നെ, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് സൗഹൃദങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എൻ്റെ കാശ്, എൻ്റെ കയ്യിൽ കാശ് വന്നു, എൻ്റെ വസ്തു മുഴുവനും പള്ളിക്ക് എഴുതാവോ? എഴുതിയാൽ പള്ളിക്കാർക്ക് വാങ്ങിക്കാവോ? പള്ളിക്ക് എഴുതണമെങ്കിൽ അവകാശികൾ സമ്മതിക്കണം. അല്ലെങ്കിലോ മൂന്നിലൊന്നും വരെ എഴുതാൻ